Hello, welcome to Red Chart Talks. It's me Rahul. Welcome to Red Chart Talks. സോ ഇന്ന് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു ട്രേഡിംഗ്? എനിക്ക് എൻട്രി ഉണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞ പോലെ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഡൗണിലോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ആ മാർക്കറ്റ് ഒരു പുഷ് ബാക്ക് ആണെന്നുണ്ടായിരുന്നു. നമുക്ക് പോവാം, നേരെ ട്രേഡ് നമ്മുടെ അനാലിസിലോട്ട് നമുക്ക് പോകാം. സോ നമുക്ക് മന്ത്ലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നും മന്ത്ലി നിഫ്റ്റി സ്റ്റിൽ ബുള്ളിഷ് ആണ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ബുള്ളിഷ് ആണ് മന്ത്ലിയിൽ. ബട്ട് വീക്ക്ലിയിലാണ് നമുക്ക് ഒരു ഗെയിം ചേഞ്ചർ ഉള്ളത്. വീക്ക്ലിയിൽ നിഫ്റ്റി ഈ രണ്ട് ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വീഴുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ബിയറിഷ്നസിലോട്ട് പോകും നമ്മൾ പറഞ്ഞിരുന്നു. ബട്ട് നിഫ്റ്റി ഇന്ന് ഒരു സെല്ലർ ട്രാപ്പാണ് ക്രിയേറ്റ് ചെയ്തത്. ജസ്റ്റ് ഒന്ന് താഴോട്ട് വന്നിട്ട് നിഫ്റ്റി നേരെ മുകളോട്ട് പുഷ് ചെയ്ത് നിൽക്കാനാണ് നോക്കിയിട്ടുള്ളത്. സോ നമുക്ക് വീക്കിലിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നമ്മൾ ഇന്നലെ വിചാരിച്ച പോലെ, അതായത് ഫ്രൈഡേ നിഫ്റ്റി പ്രൈസ് ആക്ഷൻ ചെയ്ത പോലെ നിഫ്റ്റി താഴോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോ ഡേയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി ഇന്ന് കണ്ടോ ലോവർ വിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് താഴേന്ന് ബയർ നല്ലോണം പുഷ് ചെയ്ത് മുകളോട്ട് കയറ്റിയിട്ടുണ്ട്. അതായത് നമ്മുടെ 25,716 അല്ലെങ്കിൽ 720 ആ റേഞ്ച് ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി താഴോട്ടൊന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് നേരെ പുഷ് ചെയ്ത് മുകളോട്ട് കയറുക ചെയ്തത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ലോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഈ ലോ മാർക്ക് ചെയ്ത് വെക്കാം. നിഫ്റ്റിയുടെ ഈ ലോ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. നിഫ്റ്റി ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ആ ലോ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. സോ അനാലിസിസ് ഞാൻ ഒരുമിച്ചിരുന്നാണ് ചെയ്യുന്നത്. ഇത് എന്റെ അനാലിസിസ് തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഇന്നത്തെ ട്രേഡിങ്ങിന്റെ കാര്യവും ഞാൻ പറഞ്ഞുതരാം. ലോ ടൈമിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ എങ്ങനെയാണ് ഇന്നത്തെ ട്രേഡ് പ്ലാൻ ചെയ്ത് എന്ന് ഞാൻ പറഞ്ഞുതരാം എന്റെ രീതിയിലുള്ള. സോ നമ്മുടെ ഇന്നത്തെ ഹൈ ലോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ 1 അവറിലോട്ട് വരാം. 1 അവറിലോട്ട് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി ഫസ്റ്റ് ക്യാൻഡിൽ ഇതായിരുന്നു. ഫസ്റ്റ് ക്യാൻഡിൽ താഴോട്ട് വന്നിട്ട് നേരെ പുഷ് ചെയ്ത് നിഫ്റ്റി മുകളോട്ട് തന്നെ പോയി അല്ലെ. നിഫ്റ്റിക്ക് ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. 1 അവറിലെ 50 മിനിറ്റ്സ് കാണിച്ചു തരാം. ഈ ലോ ബ്രേക്ക് താഴോട്ട് വീണില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ട്രേഡ് ഉണ്ടായിരുന്നില്ല. അതിന് മുന്നേ തന്നെ നമുക്ക് നാളത്തേക്കുള്ള റേഞ്ച് മാർക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ ഫസ്റ്റ് മുകളോട്ടുള്ള റെസിസ്റ്റൻസ് ആണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. 25,923 റെസിസ്റ്റൻസ് ആണ് നമ്മൾ മുകളോട്ട്. പിന്നെ 26,012 ഇതൊരു റെസിസ്റ്റൻസ് ആണ് നമ്മൾ മുകളോട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ 50 മിനിറ്റ്സിൽ വന്ന് നോക്കി കഴിഞ്ഞാൽ 50 മിനിറ്റ്സിൽ നമുക്ക് കാണിച്ചു തരാം. ഇതായിരുന്നു ഇന്ന് ലാസ്റ്റ് ക്യാൻഡിൽ അല്ലെ. ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്യാൻഡിൽ. ഈ കാണുന്നതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്യാൻഡിൽ. ഇതിന്റെ ഫസ്റ്റ് ക്യാൻഡിൽ ഇത് ബ്രേക്ക് ചെയ്തു. താഴോട്ട് ബ്രേക്ക് ചെയ്ത് വന്നപ്പോ തന്നെ നമുക്കിതൊരു ഒരു സെല്ലിംഗ് ക്യാൻഡിൽ ആണെങ്കിൽ പോലും ഇതൊരു ഏകദേശം ഒരു ഡോജി ടൈപ്പാണ് വന്നത് അല്ലെ. മുകളിൽ സെല്ലർ താഴോട്ട് നല്ലോണം പുഷ് ചെയ്ത് കൊണ്ടുവന്നു, പക്ഷെ താഴെ നിന്ന് ബയറും നല്ലോണം പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ ഒരു ഫുള്ളി ബൈയിങ് ക്യാൻഡിൽ വന്നു. പക്ഷെ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് മനസ്സിലായി ഇത് മാർക്കറ്റ് താഴോട്ട് വീഴാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ചെക്ക് ചെയ്യും, നമ്മുടെ ബ്രോഡർ മാർക്കറ്റ് ചെക്ക് ചെയ്യും. നമ്മൾ ടോട്ടലി മാർക്കറ്റ് സെക്ടർ എല്ലാം ഒരുവിധം ആവശ്യത്തിന് PSU ബാങ്ക് ഒക്കെ അപ്പായിരുന്നു. അത്യാവശ്യം ബാങ്കിങ് സെക്ടർ ഏകദേശം അപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നിഫ്റ്റി താഴോട്ട് വീഴാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന് നമുക്ക് അപ്പം തന്നെ മനസ്സിലായി അല്ലെ. അങ്ങനെ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ രാവിലെ ഒരു ഫസ്റ്റ് നെഗറ്റീവ് ക്യാൻഡിൽ കാണുമ്പോൾ തന്നെ ചാടിക്കറി ട്രേഡ് എടുക്കരുത്. കാരണം ഇത് നിഫ്റ്റിയുടെ ഒരു മെയിൻ ഒരു ഏരിയ ആണ്. അതൊരു സെല്ലർ ട്രാപ്പ് ഏരിയ ആണ്. മോളിൽ നിന്ന് നമ്മളെ ബയറെ ട്രാപ്പ് ചെയ്തിരുന്നു മെലിഞ്ഞത് ഫ്രൈഡേ. അത് കഴിഞ്ഞിട്ട് ഇത് താഴോട്ട് വീണ് കഴിഞ്ഞിട്ട് ഇതൊരു സെല്ലർ ട്രാപ്പ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ താഴെ ഒരു കൺഫർമേഷൻ വന്നു കഴിഞ്ഞാലാണ് ഇത് ട്രെയിനിലോട്ട് പോകേണ്ടത്. ഇതിന്റെ താഴെ ഈ 950 ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്റെ വീഡിയോസിൽ, നമ്മള് ഒരു ക്യാൻഡിൽ അതായത് ഫസ്റ്റ് 15 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ട്രേഡ് ചെയ്യാതിരിക്കുക. നമ്മൾ മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് നമുക്ക് മനസ്സിലാക്കുന്നത് മിനിമം ഒരു 9:30 കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സോ 9:15 കഴിഞ്ഞ് 9:30 ക്യാൻഡിൽ തന്നെ മുകളോട്ട് പുഷ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഈ ലോ ബ്രേക്ക് ചെയ്താലേ നമുക്ക് ട്രേഡ് വരുള്ളൂ. പിന്നെ ഈ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല കണ്ടോ. അത് കഴിഞ്ഞിട്ട് മെല്ലെ മാർക്കറ്റ് മുകളോട്ട് പോയിക്കൊണ്ടിരുന്നത്. സോ നമുക്ക് അതല്ലാതെ ഇവിടെ വേറൊരു കാര്യം നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് നമുക്കറിയാലോ, മാർക്കറ്റ് എപ്പോഴും 3 രീതിയിലാണ് മൂവ്മെന്റ് ചെയ്യുക അല്ലെ. ഒന്നെങ്കിൽ സൈഡ് വേസ്, ഒന്നെങ്കിൽ ഇങ്ങനെ പോകും മാർക്കറ്റ്, ഈ ഒരു രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യും. അല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു രീതിയിൽ മൂവ് ചെയ്യും, അപ് ട്രെൻഡില് ഇങ്ങനെ മൂവ് ചെയ്യും. അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യും, ഇങ്ങനെ മൂവ് ചെയ്യും സൈഡ് വേസിൽ. സൈഡ് വേസ് അല്ല, ഡൗൺ ട്രെൻഡില്.
സോ ഇങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോഴൊക്കെ നമ്മളെ ട്രേഡ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലൈൻസ് ആണ് ട്രെൻഡ് ലൈൻസ് അല്ലെ. നമ്മൾ ട്രെൻഡ് ലൈൻസ് യൂസ് ചെയ്യും. ഇങ്ങനെ സൈഡ് വേസ് മാർക്കറ്റ് ആണെങ്കിൽ ഇത് ലോയും മാർക്ക് ചെയ്യും, ഇതിന്റെ ഹൈയും മാർക്ക് ചെയ്യും. വെൻ മാർക്കറ്റ് ഈ ലോ ഹൈ ഇതുണ്ട്, ഇങ്ങനെ ഇത് സൈഡ് വേസ് റേഞ്ച് ആണ്, ഇതിന്റെ ലോയും നമ്മൾ ഹൈ മാർക്ക് ചെയ്യും. എപ്പോഴാണോ ഈ ഹൈ ബ്രേക്ക് ചെയ്യുന്നത് ആ സൈഡിലോട്ട് അല്ലെങ്കിൽ ലോ ബ്രേക്ക് ചെയ്യുന്ന ആ സൈഡിലോട്ട് ട്രേഡ് എടുക്കും. ഓക്കെ ഇതൊരു റേഞ്ച് ആണ്. ഓക്കെ, പിന്നെ ഇത് അപ് ട്രെൻഡ് ആവുമ്പോൾ നമ്മൾ എന്ത് മാർക്ക് ചെയ്യും, നമ്മളിവിടെ ട്രെൻഡ് ലൈൻ വരയ്ക്കും അല്ലെ. മാർക്കറ്റ് എപ്പോഴും ഒരു സപ്പോർട്ട് എടുത്തായിരിക്കും മുകളോട്ട് കയറുന്നത് അല്ലെ, സപ്പോർട്ട് എടുത്തായിരിക്കും മുകളോട്ട് കയറുന്നത്. എപ്പൊ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ മാർക്കറ്റ് താഴോട്ട് വീഴും കേട്ടില്ലേ. മാർക്കറ്റ് എപ്പോഴും ഇങ്ങനെയായിരിക്കും മുകളോട്ട് കയറുന്നത്, മുകളോട്ട് ഇങ്ങനെ കയറുന്നത്. എന്നിട്ട് ഈ ട്രെൻഡ് ലൈൻ ഇവിടുന്ന് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് താഴോട്ട് വീഴും കണ്ടില്ലേ. ഇതാണ് ട്രെൻഡ് ലൈൻസ്. ഓക്കെ, അതേപോലെ തന്നെ മാർക്കറ്റ് താഴോട്ട് വീഴുമ്പോൾ നമ്മൾ ഈ ട്രെൻഡ് ലൈൻ മുകളിലാണ് വരയ്ക്കുക റെസിസ്റ്റൻസ് ആയിട്ട്. ഓക്കെ, റെസിസ്റ്റൻസ് ഇല്ല. അപ്പൊ മാർക്കറ്റ് എപ്പം ഈ ട്രെൻഡ് ലൈൻ മുകളിലോട്ട് ബ്രേക്ക് ചെയ്യുന്നോ അപ്പൊ മാർക്കറ്റ് മുകളിലോട്ട് പോകും. ഓക്കെ, മുകളിലോട്ട് പോകാനുള്ള ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ട്രെൻഡ് ലൈൻസ് ഇങ്ങനെ വരയ്ക്കുക. ഇതിനെ പറയുന്നത് സപ്പോർട്ട് ട്രെൻഡ് ലൈൻ, ആംഗുലാർ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ. ഇതിനെ പറയുന്നത് ആംഗുലാർ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ. ഇതിനെ പറയുന്നത് ഹൊറിസോണ്ടൽ ട്രെൻഡ് ലൈൻ സപ്പോർട്ട്, ഹൊറിസോണ്ടൽ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ്. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് നോളജ് അറിയുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഇത് പറഞ്ഞു തന്നെയാണ്. ഇങ്ങനെയാണ് നമ്മൾ ട്രെൻഡ് ലൈൻസ് വരയ്ക്കുക. ഓക്കെ, സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമ്മൾ മാർക്കറ്റില് കുറച്ചൊക്കെ നമ്മള് ചാർട്ടുമായിട്ട് നിന്നിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് ലൈൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ട്രെൻഡ് ലൈനിന്റെ റൂൾ എന്ന് വെച്ചാൽ മിനിമം നമുക്ക് 3 ടച്ച് എങ്കിൽ നമുക്ക് ട്രെൻഡ് ലൈനിൽ വേണം. ഓക്കെ, സോ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ട്രെൻഡ് ലൈൻ ഉണ്ട്, മാർക്കറ്റ് താവോട്ടല്ലേ വീണത്. സോ നമുക്ക് ഇവിടുന്ന് 3 ടച്ച് വെച്ചിട്ട് ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ഇങ്ങനെ ട്രെൻഡ് ലൈൻ വരയ്ക്കാം ഇവിടെ. ഓക്കെ, കാണുന്നില്ലേ, ഇവിടെ ട്രെൻഡ് ലൈൻ ഉണ്ട്. മാർക്കറ്റ് താഴോട്ട് വീണപ്പം ഈ ട്രെൻഡ് ലൈനിൽ റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് മാർക്കറ്റ് താഴോട്ട് വീണിട്ടുള്ളത്. ഓക്കെ, സോ ഇന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഏകദേശം ഈ ട്രെൻഡ് ലൈനിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാൻ ശ്രമിച്ചപ്പം ഇവിടെ നമ്മുടെ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഉണ്ട്. നമ്മൾ ലെവൽസ് വരച്ചല്ലോ. ഇത് ഈ 20-ാം തീയതി ലോ ആണ്, 20-ാമത്തെ ലോ ആണ്, 22-ാം തീയതി ലോ ആണ്. ഇവിടുന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ ഇത് ബ്രേക്ക് ചെയ്താണ് താഴോട്ട് പോകുന്നത്. സോ ഇത് നമ്മുടെ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ആണ്. സോ ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ അടുത്ത മുകളിലോട്ട് പോകത്തുള്ളൂ. സോ നാളെ നമുക്ക് സിമ്പിൾ ആണ്, 25,800-ന്റെ മുകളിൽ മാർക്കറ്റ് സ്ട്രോങ് ക്ലോസ് വരികയാണെങ്കിൽ, ഇതിന്റെ മുകളിൽ 25,800-ന്റെ മുകളിൽ മാർക്കറ്റ് ഒരു സ്ട്രോങ് ക്ലോസ് വരികയാണെങ്കിൽ നമുക്ക് 25,900, 25,950, 26,000 ഈ റേഞ്ചിലൂടെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതല്ല മാർക്കറ്റ് നാളെ വന്നിട്ട് നമ്മുടെ ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഇന്നത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാളെ ഡൗണിലോട്ട് ട്രേഡ് ചെയ്യാം. 25,648 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ട്രേഡ് താഴോട്ട് ചെയ്യാം. ഇതിന്റെ ഇടയിൽ നമ്മുടെ സൈഡ് വേസ് റേഞ്ച് ആയിരിക്കും. ഓക്കെ, ഇത് നമ്മുടെ നോ ട്രേഡിംഗ് സോൺ ആയിരിക്കും. 25,600 മുതൽ ഈ ഒരു ഏരിയ. ഓക്കെ, നോ ട്രേഡിംഗ് സോൺ. ഓക്കെ, ഇത് നമ്മുടെ നോ ട്രേഡിംഗ് സോൺ ആയിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരു ദിവസം എൻട്രി കിട്ടുന്നില്ല, അത് എൻട്രി എന്തുകൊണ്ട് കിട്ടുന്നില്ല? എൻട്രി നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അത്രയും നല്ലതാണ്. ഓക്കെ, നല്ലൊരു സെറ്റപ്പില് നിങ്ങൾക്ക് നല്ലൊരു ബൈയിങ് സെറ്റപ്പിലോ അല്ലെങ്കിൽ സെല്ലിംഗ് സെറ്റപ്പിലോ എൻട്രി എപ്പോൾ കിട്ടുന്നോ അപ്പൊ എൻട്രി എടുത്തിട്ട് ഒരു പ്രോഫിറ്റ് ട്രേഡ് ചെയ്യുന്നതായിരിക്കും. ആഴ്ചയിൽ ഒരു 2 ട്രേഡ് മതി. ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകാൻ വേണ്ടി. ദിവസം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോസേ ഉണ്ടാകത്തുള്ളൂ. ഇത് എന്റെ എക്സ്പീരിയൻസിൽ പറയുന്നതാണ്. ദിവസം ട്രേഡ് ചെയ്താൽ ലോസേ ഉണ്ടാകത്തുള്ളൂ. ഇന്ന് ഞാൻ വെയിറ്റ് ചെയ്ത് വൈകും ഉച്ചയ്ക്ക് 3:30 വരെ ഇരുന്നു വൈകുന്നേരം. ഏകദേശം ഒരു ട്രേഡ് ലാസ്റ്റ് മിനിറ്റ് എങ്കിലും ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ട്രേഡ് എടുത്ത് വെക്കാന്ന് വെച്ചിട്ട്. ബട്ട് ഈ ഏരിയ ബ്രേക്ക് ചെയ്തില്ല, മാർക്കറ്റ് ഇവിടെ തന്നെ കൺസോളിഡേറ്റ് പിന്നെയും ചെയ്തു. സോ നമുക്ക് ഈ ഏരിയയിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നാളെ ട്രേഡ് ഇല്ല, നാളെ എക്സ്പയറി ഡേ കൂടെയാണ്. അതുകൊണ്ട് മാർക്കറ്റിൽ വോളറ്റാലിറ്റി ഉണ്ടാവും, നോക്കി ട്രേഡ് ചെയ്യാം. അതല്ല 25,800-ന്റെ മുകളിൽ മാർക്കറ്റ് സ്ട്രോങ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ആഴ്ചത്തെ, ഈ ആഴ്ച എടുക്കരുത്, നെക്സ്റ്റ് വീക്കിലെ ഒരു പൊസിഷൻ എടുത്ത് ഹോൾഡ് ചെയ്യുക. താഴോട്ട് വീഴുകയാണെങ്കിൽ അതും നെക്സ്റ്റ് വീക്കിൽ പൊസിഷൻ എടുത്ത് ഹോൾഡ് ചെയ്യാം. നാളെ
നാളത്തെ എക്സ്പയറി എടുക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്, ലോസ് ഉണ്ടാവും. സോ നമ്മുടെ വ്യൂ ക്ലിയർ ആണ്. 27,800 മുകളിൽ നമ്മൾ ബുള്ളിഷ് ആയിരിക്കും, 27,440 42 താഴെ നമ്മൾ ബിയറിഷ് ആയിരിക്കും. പിന്നെ വേറെ കാര്യം, ഞാൻ നമ്മുടെ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷന്റെ ബോക്സിലോ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യാം. സോ നാളെ മുതൽ ഇപ്പം ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ നാളെ മുതൽ എൻട്രി വരുമ്പം ഞാൻ അതിനകത്ത് കറക്റ്റ് വരച്ച് ലൈവ് മാർക്കറ്റിൽ വരച്ച് എങ്ങനെയാണെന്ന് അതിനകത്ത് ഇടാം. ഓക്കെ, എന്റെ വീഡിയോ കാണുന്നവര് ജസ്റ്റ് അതൊന്ന് ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുനിന്ന് ഒരുമിച്ച് എൻട്രി എടുക്കാം. ഞാൻ അതിനകത്ത് ലൈവായിട്ട് നമുക്ക് എന്താ പറയാ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം നമ്മുടെ വ്യൂ എന്താന്ന് വെച്ചാല്. സോ എന്റെ ചെറിയ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.